അപ്പൊ അങ്ങനെ ഈ ന്യൂ ഇയറും കഴിഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ അടുത്ത ന്യൂ ഇയർ ബുർജ് ഖലീഫയുടെ മണ്ടയ്ക്ക് ആഘോഷിച്ചാലോ? അങ്ങനെയാണെങ്കിൽ ഒറ്റ മൈൻഡ് ആയിരിക്കണം. നമ്മള് 4 പേര് 4 മൈൻഡ് ചെയ്യുന്ന പറ്റത്തില്ല. ഒറ്റ മൈൻഡ് ആയിരിക്കണം. തളർന്നു പോവല്ലേ, ക്ഷീണിക്കല്ലേ, ഒറ്റ മൈൻഡ് ആയിരിക്കണം. ഒറ്റ മൈൻഡ്. അങ്ങനെയാണെങ്കിൽ കാറിന്റെ ഒരു സൈഡിലെ ഡോർ നീ തുറന്നിടണം. പോകുന്ന വഴിക്ക് എന്റെ തന്തയും കാണും വഴിയിൽ എവിടെങ്കിലും ഒക്കെ അയാളെ പിടിച്ചോണ്ട് പോകണം. ബുജുകളുടെ മണ്ടക്കേറിട്ട് പാറച്ചിട്ട് വെച്ച് അയാളെ താപ്പോട്ട് പറത്തിക്കണം. എനിക്ക് ഭയങ്കര ആഗ്രഹം. കഴിഞ്ഞ വർഷം എന്റെ തന്ത കുറുക്കിയതാണ്. എന്തോ ഇതിന് മാത്രം ചിരിക്കാതിരിക്കുന്നത്? ഇവർക്കൊന്നും വീട്ടിൽ പോയിക്കൂടായോ? എന്തോത്തിന് ഇവിടെ വന്നിരിക്കുക? വെള്ളം കൊടുത്തേക്കാം, ഇനി അതും മതി. ഇല്ലെങ്കിൽ അതെങ്ങനെ ഗ്ലാസ് പൊട്ടാതിരിക്കുന്നത്? അമ്മാതിരി അലപ്പല്ലേ ഇവിടെ കിടന്ന് അലയ്ക്കുന്നത്. ഇരട്ടി പണിയാണല്ലോ. ഇനി വെള്ളം കൊടുത്തിട്ട് വൃത്തിയാക്കാം. ഇവൻ കഴിഞ്ഞ വട്ടം എന്റെ അച്ഛനെ ഊക്കിയപ്പോഴേ ഞാൻ പറഞ്ഞത് നിനക്കൊരു പണി ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. കിട്ടിയോ? ഭയങ്കര ചിരിയാണല്ലോ എല്ലാരും. വെള്ളം വന്നില്ലല്ലോ ഞങ്ങൾ വിചാരിച്ചു. അല്ലെങ്കിലും മനസ്സറിഞ്ഞ് ഞാൻ എല്ലാം ചെയ്യുമല്ലോ. നിങ്ങൾ വെള്ളം കുടി. ചേട്ടാ ഒന്ന് വരുമോ? വരാം. അതവര് കഴിക്കട്ടെ. ചേട്ടൻ വാ ഇങ്ങോട്ട്. അതാ വരുന്നു. ഉച്ചക്ക് എന്താ തിന്നാൻ വേണം ചോദിക്കാനാ. എന്തിനാ വിളിച്ചേ? എന്തുവായിരുന്നു ഇവിടെ? എന്തുവരെ ഞങ്ങളുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുമല്ലേ? കാര്യം പറഞ്ഞ് ഞാൻ കേട്ട്. നാണമില്ലല്ലോ ഭാര്യയും ഭർത്താവും മാത്രം താമസിക്കുന്നിടത്ത് കൂട്ടുകാരെ കൊണ്ട് വിളിച്ചിരുത്താന്. നിങ്ങൾക്ക് വല്ലപ്പോഴും ഒരു ലീവ് കിട്ടുന്നത്, അപ്പോഴത്തേക്കും കൂട്ടുകാരെ വിളിച്ചിരുത്തി അവരെ സഹകരിക്കാൻ എനിക്ക് വയ്യ. എന്റെ പൊന്നെ, ഞാൻ ഇത്ര ഞാൻ നിന്റെ കൂടെ ഇല്ലായിരുന്നു. ഇന്നൊരു ഒറ്റ ദിവസം അവർ ഇങ്ങോട്ട് വന്നല്ലോ. ഇന്നൊരു ദിവസമോ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. എന്തൊക്കെ ആഭാസത്തിലോ അവിടെ നിന്ന് സംസാരിച്ചത്? ആഭാസത്തിലോ? എടി ഞങ്ങൾ തമാശ പറഞ്ഞില്ലേ? പിന്നെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നതല്ലേ തമാശ. ഞാനെല്ലാം കേട്ട്. ഞങ്ങളെ കൂട്ടുകാർ വിടുമ്പോൾ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കും. ആ തമാശയത്. എന്നാ ഞാൻ നാളെ തൊട്ട് നിങ്ങളുടെ തന്തയ്ക്ക് വിളിക്കട്ടെ? അതും തമാശ എന്ന് പറഞ്ഞെടുക്കുവോ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എനിക്കിതൊന്നും തീരെ പിടിക്കുന്നില്ല. എനിക്ക് ഇവർക്ക് വെച്ച് വിളമ്പാൻ വയ്യ. നമ്മൾ തമ്മിൽ കുറച്ച് നല്ല സമയം ചെലവഴിക്കണം. കുറച്ച് നാളത്തെ ലീവേ ഉള്ളൂ. ഇവരെ പറഞ്ഞു വിട്ടേ. പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് എന്നെക്കാളും വലുത് അവരാണോ? അതെ, ആണ്. സത്യം പറഞ്ഞ ഇന്നാട്ടൊരു ആശ്വാസം. അല്ലെങ്കിൽ എന്നും നിങ്ങളുടെ കൂട്ടുകാരന്മാർ ഓരോരുത്തർ ഇങ്ങനെ കയറി വരും. മനുഷ്യന് ഒരു സമാധാനവും ഇല്ല. എന്റെ പൊന്നു, നീ അവന്മാരിങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത്. അമ്മ വല്ലപ്പോഴും ഇങ്ങോട്ട് വരുന്നേ. എന്നാലേ വരുമ്പോ ഞാൻ മടിയിലെടുത്ത് വെച്ച് താരാട്ട് പാടാം. മതിയോ? നീ കറിവെള്ളം വയ്യ. അതെ, ഇത് മൊത്തം കഴിച്ചോണം. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഓരോന്ന് നോക്കി പഠിച്ചുണ്ടാക്കിയ സ്പെഷ്യൽ ഐറ്റമാണ് ചിക്കൻ കറി. ഹലോ. ആടാ, നീ എവിടെ? വീട്ടിലാണോ? ഞാൻ വീട്ടിലുണ്ടാ. നീ കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല. ഞാൻ നമ്മുടെ കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കണം. നമ്മൾ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി. എടാ, നമ്മളെ ചന്തു ഇല്ലയോ? ഒമാൻ ചന്തു. അവൻ വന്നിട്ടുണ്ട്. അവനാണെങ്കിൽ ഉച്ചയ്ക്ക് മന്തി കഴിക്കാൻ വിളിച്ച്. ആണോ? ആ, വേഗം പറഞ്ഞേ. ഒരു 5 മിനിറ്റ്. ഒന്ന് വേറെ ഇറങ്ങിക്കേ. ആ ശരി. ഇടി, നമ്മുടെ മന്തി ചന്തി തിന്നാൻ വിളിച്ചു. എന്താ? ചന്തു മന്തി തിന്നാൻ വിളിച്ചു. അപ്പൊ ഞാൻ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആർക്കാ? എടി, ഈ സ്പെഷ്യല് നമുക്ക് രാത്രി തിന്നാം. ഇതിവിടെ ഉണ്ടാവുമല്ലോ. ഇതിപ്പം നീ കഴിച്ചു. എന്നും ഇങ്ങനെ കൂട്ടാറോട് പോയാൽ ശരിയാവത്തില്ല. നിങ്ങൾ വല്ലവന്റെ ചന്തി കടിച്ചോണ്ട് ഇങ്ങനെ നടന്നോ കേട്ടോ. വിനു 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 എന്തോ ചേട്ടാ? വിനു ഉണ്ട്, കുളിക്കുന്നു. ഞങ്ങളൊരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. ആണോ? അടിപൊളി. ചേട്ടൻ്റെ ഫാമിലി ഒക്കെ ഉണ്ടോ? ഫാമിലി ഒന്നുമില്ല, ഞങ്ങൾ ജെൻസ് മാത്രം. ഓ, എത്ര ദിവസത്തെ കേട്ടാ? ഒരു 12 ദിവസം ട്രിപ്പ്. ഞങ്ങൾ കാശ്മീർ, ബാംഗ്ലൂർ, ഗോവ അങ്ങനെ എല്ലായിടത്തും കറങ്ങി ഒരു 12 ദിവസം കറങ്ങി വരും. അയ്യോ, ചേട്ടന് മിക്കവാറും വരാൻ പറ്റത്തില്ല. അതെന്തൊരു? ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഓ പിന്നെ കൊച്ചില്ലേ, അതിലെ പിടിച്ചോണ്ട് കുറച്ച് ദിവസം വീട്ടിലോട്ട് പോയിക്ക്. ഇല്ല ചേട്ടാ, ചേട്ടൻ മിക്കവാറും വരത്തില്ല. പറയുന്നോണ്ടൊന്നും തോന്നരുതൊന്നും വരത്തില്ല. അവനില്ലാതെ എന്തൊരു ട്രിപ്പാ? അവനെ കൂടെ വിട്ടേ പറ്റത്തുള്ളൂ ഞങ്ങളോട്. അതെങ്ങനെ ശരിയാവും? അങ്ങനെ ടൂറിന് വന്നാൽ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നിങ്ങൾക്കാർക്കും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറ്റി യാതൊരു ചിന്തയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടുകൂടണം, ചീത്ത വിളിക്കണം, കള്ളു ഓടിക്കണം, അർമാദിച്ച് നടക്കണം. ഞങ്ങൾ എന്തുവാ? ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നും പറ്റുന്നില്ല. ആകെ 2 മാസം ലീവിനാ വരുന്നത് അങ്ങേര്. ആ 1.5 മാസം മൊത്തം നിങ്ങളുടെ കൂടെ. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റത്തില്ല. ഇറങ്ങിക്കേ. ഒരു കൂട്ടുകാരും ഇവിടെ വേണ്ട. ഇറങ്ങിപ്പോവാൻ. ചേട്ടാ എന്തോ ആലോചിക്കുന്നേ? ചേട്ടൻ ഇറങ്ങുമ്പോ ഞാൻ പറയാം. ഇപ്പൊ പോ, ഞാൻ ചേട്ടനോട് പറഞ്ഞേക്കാം. പറയണേ.
ശരി. ഏളിയാ ഇങ്ങോട്ട് വരുന്ന വഴി മൊത്തവും പൊളിഞ്ഞു കിടക്കുക. ഇവിടെ പഞ്ചായത്ത് മെമ്പർ ഒന്നും ഇല്ലേ? എൻ്റെ പൊന്നളിയെ ഞാനിവിടെ പരാതി കൊടുത്തിയ മടുത്തിയ. എൻ്റെ വണ്ടിയുടെ ടയർ തന്നെ 3 തവണ കണ്ട് ഞാൻ മാറി. എന്തായാലും കൊള്ളാം. അല്ല എന്താ കൂട്ടുകാരന് ഇപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ വന്ന് താമസിക്കണോന്നൊക്കെ തോന്നാൻ? ഒന്നും പറയണ്ട നിങ്ങളെ, നമുക്ക് നാട്ടിൽ ഒരു കൂട്ടുകാരനുണ്ട്, സതീശൻ്റെ കാര്യമാണ്. നമ്മുടെ അടുത്ത സുഹൃത്താ. അവൻ്റെ ഒരു പെണ്ണുമായിട്ട് അവൻ ഭയങ്കര പ്രണയത്തിലായിരുന്നു. ഞാനായിരുന്നു സപ്പോർട്ട് മൊത്തം. ലാസ്റ്റ് ഇവൻ അങ്ങ് തേച്ച പെണ്ണിനെ. ഇപ്പം പെണ്ണിൻ്റെ വീട്ടുകാർക്ക് എന്നെ തല്ലണമെന്ന് പോലും. നിൽക്കാൻ പറ്റുമോ? അച്ഛൻ പറഞ്ഞ് കുറച്ച് ദിവസം മാറി നിൽക്കാൻ. അപ്പൊ പ്രശ്നം ഉണ്ടാക്കിയിട്ടാ ഇങ്ങോട്ട് വന്നതല്ലേ? അപ്പൊ ആൾക്കാരെല്ലാം കൂടി ഇവിടോട്ട് തിരക്കി വന്നാലോ? ഇങ്ങോട്ടൊന്നും ആരും വരത്തില്ല. ഇവൻ്റെ അടുത്തോട്ടല്ലേ ഞാൻ വന്നത്. എന്നെ തല്ലുവോ? ഇല്ലൂടാ. എന്താ പുള്ളിക്കാരൻ അടി വാങ്ങിച്ചോളൂ? കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ കോളേജിൽ എന്തെങ്കിലും വിജയം ഉണ്ടായി കഴിഞ്ഞാൽ ഇവൻ്റെ വീട്ടിലായിരുന്നു. ഇവൻ്റെ തട്ടും പുറത്ത് കയറുക, ഒരു അമ്മ ചീനി പുഴുങ്ങിത്തരും, ഞങ്ങൾ കഴിക്കുക. ഇല്ലോളിയാ? പിന്നല്ല. അത് നന്നായി. ഇവിടെ ഒരു ഒച്ചനക്കൊക്കെ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ സമയം സ്പെൻഡ് ചെയ്ത് ബോറടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ കൂട്ടുകാരനോട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ ആളായി, ബഹളമായി, തമാശയായി, അങ്ങോട്ടും ഇങ്ങോട്ടും. അയ്യോ, അല്ല എങ്ങനെ 1-2 ദിവസം കാണുമോ? അല്ല, ഇവ മിനിമം ഒരു 10-12 ദിവസങ്ങളിലൂടെ കാണും. എങ്കിൽ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഞാൻ പോയിന്ന് ഫ്രഷ് ആവാം. എവിടെ റൂം എവിടെ? മോളിൽ. ആ അയ്യോ, നിങ്ങൾക്ക് എന്തോത്തൊരു സോക്കടാ. കണ്ടവരെ എല്ലാം കൂടി ഇവിടെ വിളിച്ച് വരുത്തി കഴിഞ്ഞാൽ ആര് വെച്ചോളുമ്പോ നമുക്ക് രണ്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ടോ? എടി അവനിപ്പം അത്യാവശ്യം ഒരു വീട് അത്യാവശ്യമാണ്, അതുകൊണ്ട് വന്നതാ. എന്തോ അത്യാവശ്യം? വല്ലവന്റെയും കാര്യത്തിൽ ഇടപെട്ട് അടി കൊള്ളൂ എന്നുള്ളതുകൊണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് അടി വാങ്ങിച്ചു തരാൻ? അല്ല ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് വേറെ ഉണ്ടല്ലോ കൂട്ടുകാര്, അവരുടെ വീട്ടിൽ പോയി നിന്നാൽ എന്താ കുഴപ്പം? ഇനി അവിടെ ഒന്നും പോയി നിൽക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലവനെ. ആ അത് ശരിയാ, അവർക്കെല്ലാം വീടാക്കൂടി ഉണ്ടല്ലോ. നിങ്ങൾക്കാണല്ലോ വീടാക്കൂടി ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. മനുഷ്യ 2 മാസത്തെ ലീവിനാണ് നിങ്ങൾ വന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഒരു നേരം പോലും ഇരുന്നിട്ടില്ല. നീ ആദ്യം അവന് കഴിക്കെടുക്കും. പറഞ്ഞു വിടാൻ പറ്റുമോ ഇല്ലയോ? ദിവ്യ, എങ്കിൽ ഞാൻ എന്തെങ്കിലും എടുക്കാൻ കഴിക്കാം. 12 ദിവസം, ആകെ 2 മാസം അയാൾക്ക് ലീവുള്ളൂ. ഇനി 12 ദിവസം ഈ കുരിശിനെ ചുമക്കണം. ഇയാൾക്കൊക്കെ വേറെ വല്ലയിടത്തും പൊക്കൂടെ? ഇങ്ങോട്ട് തന്നെ കെട്ടിയെടുക്കുന്നത്. നോക്കിക്കോ, ഇനി കാണട്ടെ. ഞാൻ മുഖത്ത് നോക്കി പറയും. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ മുഖത്ത് നോക്കി പറയും. കാണിച്ചു മോളെ മിനുവേ. ആ മോളെ, മോട്ടർ നടിക്കാൻ വെള്ളമില്ല ടാങ്കിൽ. മോളെ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് വെളിയിൽ നിന്നാണോ കഴിക്കുന്നേ? അല്ല, ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ആണോ? ബീഫ് ഉണ്ടോ ഉച്ചയ്ക്ക്? ബീഫില്ല. നമ്മൾ ഈ കോട്ടയംകാരായതുകൊണ്ട് നമുക്ക് ഈ ചോറിൻ്റെ കൂടെ ബീഫ് ഇല്ലാതെ ഇങ്ങോട്ട് ഇറങ്ങത്തില്ല. അതേപോലെ അയ്യോ, നമ്മൾ ഈ ആലപ്പുഴക്കാരായതുകൊണ്ട് ചോറിൻ്റെ കൂടെ മീനിൻ്റെ ചാറില്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് ബീഫിനേക്കാളും കൂടുതൽ ഞങ്ങൾ മീനാണ് കഴിക്കുന്നത്. ഒന്ന് വെക്കാവോ മോളെ? ചേട്ടാ, എനിക്ക് ബീഫ് ഉണ്ടാക്കാൻ അറിയത്തില്ല, പിന്നെ ഉണ്ടാക്കി ശീലിച്ചിട്ടുമില്ല. മോളെ ഇങ്ങനെയൊക്കെ അല്ലയോ ശീലിക്കുന്നത്? മോളൊന്ന് ട്രൈ ചെയ്യ്, ഞാൻ മിനിനോട് പറയാം. എന്താ, ഞങ്ങൾക്ക് 2 പെഗ് അടിക്കാൻ കൂടെ ചെയ്യാമല്ലോ, അതുകൊണ്ടാ. എന്താ കൂട്ടുകാരനെയൊക്കെ ഉറക്കിയോ? ഇല്ല, ഞാൻ ഉറങ്ങാൻ പോവാ. മേളില് കിടന്നുറങ്ങാൻ അവൻ്റെ കൂടെ. നിങ്ങളും? ആ, ഞാൻ ഇന്ന് അവൻ്റെ കൂടെ കിടക്കുന്നേ. അപ്പൊ ഞാൻ എവിടെ കിടക്കും? നീ ഇന്ന് ഇവിടെ കിടക്കും നമ്മുടെ റൂമിൽ. ഒറ്റയ്ക്കോ? അതിനിപ്പോ നീ ഇത്ര നാൾ ഒറ്റയ്ക്ക് ഇവിടെ കിടന്നോണ്ടിരുന്നേ. അതുപോലാണോ ഭർത്താക്കന്മാര് വരുമ്പം ഭാര്യമാർ ഒറ്റയ്ക്കാണോ കിടക്കാറുള്ളത്? ഇടി, അവനിപ്പോ വന്നല്ലേ ഉള്ളൂ. അവൻ ആകെ പല ടെൻഷനില്ല. അപ്പൊ ഞാനും ഉണ്ടെങ്കിൽ അവനൊരു ധൈര്യമാണ്. നിങ്ങളുടെ കൂട്ടുകാരന്മാർക്ക് മാത്രം എന്തോ ഈ ലോകത്തില്ലാത്ത ടെൻഷന്? ദേ, അതിലും വലിയ ടെൻഷൻ അടിച്ചാൽ ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് പ്രഷർ എല്ലാം കൂടെ കൂടിയിട്ടുണ്ടല്ലോ. ഞാൻ എല്ലാവരും അടിച്ച് ഞാൻ ഓടിക്കും. നീ ഒന്ന് അടങ്ങി. നീ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, പോരെടുക്കാനൊന്നും ഇവിടെ അമ്മായിമ്മമാരില്ല. അതിനോട് തീരും കൂട്ടുകാരന്മാരെല്ലാരും കൂടെ പാടയും പിടിച്ച് വരുവാ ഇങ്ങോട്ട്. നിങ്ങൾ എൻ്റെ കൂടെ കിടന്നാൽ മതി. പറ്റത്തില്ല, എനിക്ക് അവനോട് കിടന്നേ പറ്റൂ. പറ്റും. ഞാനാ തീരുമാനിക്കുന്നത് നിങ്ങളുടെ കാര്യം. ഞാൻ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനാണ് നിങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത്. പിന്നെ എന്തോട്ട് പോവരുതെന്നാ പറഞ്ഞത്. ഒന്നും വേണ്ട. എന്തൊരു വിധിയാ ദൈവമേ ഇത്.
വന്നല്ലേ, എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ വിട്ടിട്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ലെന്ന്. നിങ്ങളുടെ മനസ്സിൽ കുറ്റബോധമൊക്കെ ഉണ്ടല്ലേ? അതെ, പിന്നെ ഒരു ചെക്ക് തണുത്ത വെള്ളം. എന്തിനാ? ഇടി ഞങ്ങൾക്ക് അവിടെ കിടക്കുമ്പോൾ കുടിക്കാൻ രാത്രി എണീക്കുക. അല്ലെങ്കിൽ പിന്നെ അവന് സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ വരണ്ടേ, അവന് ദാഹിക്കും. അതുകൊണ്ടാണ് റൂമിലോട്ട് കൊണ്ടിരുന്നു. ഉണ്ടേ മറക്കരുത്, തണുത്ത വെള്ളം, നല്ലൊരു ഐസ് ഇറങ്ങേ. ഇതിനെ ഞാൻ എങ്ങനെ പുകച്ച് പുറത്തിയാടിക്കുന്നേ? ചേട്ടാ, പറയുന്നുണ്ടൊന്നും തോന്നരുത്, ഒന്നും വിചാരിക്കരുത്. ഞാൻ ഒറ്റയ്ക്ക് വേണം രാവിലെ ഈ പണികളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നെ സഹായിക്കാനൊന്നും ഇവിടെ ജോലിക്കാരോ ആരുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമാണെങ്കിൽ വേണ്ടില്ല. ഞാൻ ചേട്ടൻ്റെ ഇഷ്ടത്തിനും അനുസരിച്ചും കൂടെ അല്ലേ ഞാൻ ആഹാരം ഉണ്ടാക്കുന്നത്. അപ്പം ചേട്ടനോടൊന്ന് വിചാരിക്കണം, ഇവിടെ വൃത്തികേടായിട്ടൊന്നും ഇടരുതൊന്നും. അത് മാത്രമല്ല ചേട്ടാ, വേറൊരു വീട്ടിലാ ചേട്ടൻ വന്ന് നിൽക്കുന്നതെന്ന് ചേട്ടനൊരു ചിന്ത വേണം. ഞാൻ കഷ്ടപ്പെടുക, അത് ചേട്ടൻ മനസ്സിലാക്കണം. അയ്യോ മോളെ, ഞാൻ വേറൊരാളുടെ വീട് പോലെ കണ്ടിട്ടില്ല. മനു എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി മോളെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പ്രത്യേകിച്ച് അവൻ്റെ അടുത്താകുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിച്ച്. അയ്യോ മോള് വേറെ ഒന്നും രീതി തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യല്ലേ. ഞാൻ ഈ ഭാവോയ കോടാലി പോലെ എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞ് അത് ഉള്ളിലോട്ടൊന്നും എടുക്കണ്ട. മോള് തുണി ഞാനങ്ങ് വൃത്തിയാക്കാം. വേണ്ട, സാരമില്ല, ഞാൻ തുടച്ചോളാം. ഞാനിങ്ങനെ വെറുതെ പറയുന്നേ ഉള്ളൂ മോളെ. ഞാൻ ആൾ സത്യം പറഞ്ഞ പാവ. എങ്ങനെയുണ്ട് ചേട്ടാ? ഇതെന്ത് ഇതിനകത്ത് ഭയങ്കര മുളകൊടി കുത്തുന്നു? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാനേ ചട്ടിയിലിട്ടാ ഇത് ഉണ്ടാക്കിയത്. ചിലപ്പോൾ അതിൻ്റെ ആണോ? മൺചട്ടി. ഈ ടേസ്റ്റ് എനിക്ക് വിളിച്ചിട്ടില്ല. നിങ്ങൾ ഈ ബീഫ് കറിയുടെ കാര്യം തന്നെ ഒന്ന് പറയുന്നത്. എൻ്റെ പൊന്നു മോളെ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനത് പറയാൻ വന്നപ്പോഴാണ് കൊച്ചു അവനോട് ചോദിച്ചത്. നല്ല രുചിയുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കും ഇഷ്ടപ്പെട്ടില്ലേ സാധനം. എടാ, നിങ്ങളുടെ അമ്മ വെക്കുന്ന അതേ രുചിയില്ല, നാടൻ രുചിയില്ലൂടെ അതിന്? എൻ്റെ പിന്നെ എടാ, അത് എന്തോ ടേസ്റ്റ് അറിയാമോ? നല്ല ബീഫൊക്കെ ആകുമ്പോൾ നല്ല കുരുമുളകൊക്കെ ചേർത്ത് ഇതെന്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? എൻ്റെ പൊന്നു മോളെ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മോള് ആദ്യമായിട്ട് വെക്കുവാന്നോ? മൺചട്ടിയിൽ ആദ്യമായിട്ട് വെക്കുക. നല്ല രുചിയുണ്ട്. അല്ലെങ്കിൽ വിനുവേട്ടൻ എന്ത് കൊടുത്താലും കുറ്റമേ പറയത്തുള്ളൂ. ഇനി പഞ്ചാമൃതം അരച്ചു കൊടുത്താലും അതിനും കുറ്റം പറയും. ചേട്ടാ, കുറച്ചുകൂടി എടുക്കട്ടെ? ഇച്ചിരി ബീഫ് കറി ചെയ്യാം. സൂപ്പർ അല്ലേടാ? അയ്യോ ചേട്ടാ, ഓ ചേട്ടാ തുണി ഒന്ന് എടുത്തിടുവോ? ദാ മഴ പെയ്യുന്നു. നീ ഒന്ന് എടുക്കട്ടെ, ഞാൻ ഇവിടെ കിടക്കുവാ. ചേട്ടാ, ചേട്ടാ ഒന്ന് എടുത്തെടുത്താ, ഞാൻ മീൻ വെട്ടുവാ, കഷ്ടമുണ്ട്. ഇത് നീ എന്നാ അങ്ങോട്ട് എടുക്ക്. ചേട്ടാ തുണി നനയുമെന്ന്, അതോ ഉണങ്ങാറായ തുണിയാ, ഒന്ന് എടുത്തിട്. ഓ കുഴപ്പമില്ല, ചെറിയൊരു നനവുണ്ടെന്ന്, നാളെ രാവിലെ എടുക്കാൻ. എനിക്ക് എന്തോ ഓരോ അവസ്ഥകള്. ആ എന്നാ മോളെ, ചെറിയൊരു നനവുണ്ട് കേട്ടോ. നാളെ ഓടിച്ചെന്ന് വെയിൽ തിട്ടാൽ മതി, അങ്ങ് മാറിക്കോളൂ. താങ്ക്സ് ചേട്ടാ. അയ്യോ ഒത്തിരി മഴ നനഞ്ഞല്ലോ. കുഴപ്പമില്ല മോളെ, കുഴപ്പമില്ല. തോർത്തുണ്ടോ? ഇല്ല. പുഞ്ചിരി തേൻ തൂമൊഴി കുഞ്ഞു കൺമണി നീ മണ്ണിലെ പൗർണമി കിലുങ്ങും കൊലുസിൽ കുണുങ്ങും. ആ ചേട്ടൻ ഇന്നീറ്റോ? ഞാൻ എത്ര വട്ടം പറഞ്ഞു തുണി എടുക്കാൻ. അതുകൊണ്ട് ഈ പാവം മഴയെല്ലാം നനഞ്ഞ് ഞാൻ ചായ എടുക്കാം. ചായ എടുക്കട്ടെ? ചേട്ടാ, ഇത് നമ്മൾ പുറത്ത് ഷോപ്പിങ്ങിന് പോകുമ്പം ഏത് സാരി ഇടണം? ഇതിടണോ ഇത് വേണോ? റെഡ് എങ്ങനോട്? എടാ മോളെ, മോടെ കയ്യുടെ ആ കളറിനെ മാച്ച് വെച്ചിട്ടാണെങ്കിൽ മോക്ക് പിങ്കാ ചേരുന്നത്. ആണോ? പിങ്ക് റെഡ് മതിയോ? റെഡ് മതി, റെഡാ നല്ലത്. അയ്യേ അളിയ നോക്കി അളിയാ, മാച്ച് പിങ്കാടാ. അല്ലടാ, റെഡാ നല്ലത്, അവർക്ക് ചേരുന്ന റെഡാ. ഞാൻ അടുത്ത വട്ടം പറഞ്ഞിട്ടുള്ള കാര്യം, റെഡ് എടുത്താൽ മതി. മോളെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പിങ്കാ കേട്ടോ. റെഡ് മതി, റെഡ് മതി, റെഡ് എടുത്താൽ മതി. പോകും. ഞാൻ റെഡി ആവട്ടെ?
സൂപ്പർ, അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ മോക്ക് ഇത് ചേരുവെന്ന്. ആ എനിക്ക് എപ്പോഴും തോന്നും ചേട്ടാ, ഈ വിനുവേട്ടൻ പറഞ്ഞ കളർ എനിക്ക് ഒരു ചേർച്ചയില്ല. ഞാൻ നോക്കിയായിരുന്നത്. ആര് പറഞ്ഞു? ആ റെഡ് നിനക്ക് ചേരുന്നേ? എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഏടാ വിനു, നീ അങ്ങോട്ട് നോക്കിയടാ, അതിന്റെ സ്കിൻ കളറിന് ചേരുന്ന കറക്റ്റ് മാച്ച് കളറല്ലേ ഇവിടെ. അത് അടിപൊളിയായിട്ടുണ്ട് മോളെ. പോടാ എനിക്ക് മണ്ടത്തിന്. അത് റെഡ് ആയിട്ട് നിനക്ക് ചേർന്ന് ഞാൻ റെഡ് എടുത്തേ. എനിക്ക് ഇനി മാറ്റാനൊന്നും വയ്യ. വാ നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. എന്റെ കൂടെ ഇങ്ങനെ നീ വരണ്ട. റെഡ് സാരി എടുത്തോണ്ട് വരാമെങ്കിൽ മാത്രം വന്നാൽ മതി. ആ എന്നാ നിങ്ങൾക്ക് വയ്യെങ്കിൽ നിങ്ങൾ വരണ്ട. ചേട്ടൻ എന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? ആ ഞാൻ കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. നിനക്ക് ജലദോഷം വന്നാൽ നീ റെസ്റ്റ് എടുക്ക്, ഞാൻ കൊണ്ടുപോയനെ. എടാ നിന്റെ കാറ് ഞാൻ ഇങ്ങോട്ട് എടുക്കുമോ? മോളെ ജഗ്ഗിനകത്ത് വെള്ളമില്ലല്ലോ, കഴിക്കാൻ പറ്റി? അയ്യോ ഒന്നുമില്ല ഏട്ടാ, ചെറിയൊരു വേദന. അയ്യോ എന്നാ കൊണ്ട് ഞാൻ തൂത്ത് തരാം. അയ്യോ സാരമില്ല, ഞാൻ തൂത്തോളാം. എന്റെ പൊന്നു മോളെ, ഞാൻ വന്നിട്ട് 3-4 ദിവസമായില്ലേ, ഞാൻ എന്തേലും പണി ചെയ്യണ്ടേ, ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ തൂത്തോളാം ചേട്ടാ. മോളെ ഞാൻ തൂക്കാം. വേണ്ട ചേട്ടാ. കുഴപ്പമില്ല, എന്നെ ഒരു സഹോദരനെ പോലെ കാണും, ഇങ്ങോട്ട് കൊണ്ടുപോവാ. ചേട്ടാ ഞാൻ തൂക്കാം. എന്റെ മോളെ എന്റെ വീട്ടിലാന്ന് ഞാൻ ചെയ്യത്തില്ലയോ? ചേട്ടാ ഞാൻ തൂക്കാം. എന്റെ പെങ്ങളെയൊക്കെ ഞാൻ സഹായിക്കും. ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഇങ്ങോട്ട് കൊണ്ടുവന്നേ, ഇങ്ങോട്ട് കൊണ്ടുപോവാ മോളെ, ഇങ്ങോട്ട് കൊണ്ടുപോവാ. എന്തോ മോളെ ഇങ്ങോട്ട് ഞാൻ തൂക്കാം. എന്ത് ചെയ്യാനാ? ദിവ്യ, ആ ഏട്ടാ ഇത്തിരി വെള്ളം തരുമോ കുടിക്കാൻ? ആ എടുക്കാലോ. മനു, ഓ ഞാൻ എടുത്തരാടാ, ഞാൻ എടുത്തു കൊടുത്തോളാം. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഈ ചേട്ടൻ വന്നത് എനിക്കൊരു ഉപകാരമായി. എനിക്ക് മോളെ പട്ടാപ്പോയില് എന്റെ അടുക്കള വെച്ച് എന്റെ പെണ്ണുമ്പിളെ കയറി പിടിക്കുന്ന പട്ടി കണ്ടോ ഞാൻ? എന്തുവാ നീ കാണിച്ച പട്ടി? എടാ മനു, കൊച്ചു വീരൻ നമുക്ക് പിടിച്ചു ഞാൻ. ഓഹോ, ഇറങ്ങണം വരയ്ക്കുന്ന വരയ്ക്കത്തുനിന്ന് പാടെ പറ. വീരാൻ പോയപ്പോ ഞാൻ പിടിച്ചു അളിയ, ഞാൻ പറയുന്ന കേക്കടാ. നീ വീടാൻ പോകുന്നവർ എല്ലാം നീ രക്ഷിക്കൂല്ലയോ? അളിയ ഞാൻ ഞാൻ പറയും. ഇനി മേലെ ഈ പഠിക്കാതെ കയറി പോയത് പോടാ. എന്തുവാ എന്തുവാണോ പൊക്കോളം കയറി പറിക്കാത്ത? പോടാ, നിനക്കൊരു അഭയം തരാൻ നോക്കിയപ്പം എന്റെ അഭയം കളാൻ നോക്കുന്നു. ചുമ്മാ നാട്ടിൽ അടിച്ചോടിച്ച് വിട്ടത്. ആ ചേട്ടൻ എന്തുകൂടെ ചെയ്യാത്തേ? കാണുന്നുണ്ട് ഞാനല്ല. ഇവിടെ പോകാനാ പറഞ്ഞതിൻ്റെ അടുത്ത്. മോളെ ഞാൻ എന്തോ ചെയ്തടാ? നീ മിണ്ടരുത്. നീ ഇനി ഒരു ദിവസം കൂടെ ഇവിടെ നിന്നാൽ എനിക്ക് ആദി മോളെ ഇവര് പോടാ. ചുമ്മാ അല്ലേ എന്നെ നാട്ടിനും കൂട്ടുകാരൻ പറഞ്ഞൊരു തെണ്ടിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ കട്ടത്തില്ല. കണ്ടോ കയറി പഠിക്കാത്ത? ഞാനിങ്ങനെ വെറുതെ പറയുന്നേ ഉള്ളൂ മോളെ, ഞാൻ ആള് സത്യം പറഞ്ഞ പാവാ. പാവം വാങ്ങാത്തൊരു 24 മണിക്കൂറും ബാക്കിയുള്ളവനെ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കും. ഇതിനെയൊക്കെ എങ്ങനെയാ പുകച്ച് പുറത്തി അടിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. കാണിച്ചു തരാം. ഇതിനുള്ള നുറുങ്ങു വിദ്യ എൻ്റെ കയ്യിലുണ്ട്. വാലും ചുരുട്ടി ഇവിടെ നിന്ന് ഓടും, അല്ലെങ്കിൽ അങ്ങേര് നിന്നെയൊക്കെ അടിച്ചിറക്കും. കാണിച്ചു തരാം. ചേട്ടാ കുറച്ചുകൂടെ എടുക്കട്ടെ? ഇത്തിരി ബീഫ് ചെയ്യാം. ഏറ്റില്ല, കുഴപ്പമില്ല. സംശയം തോന്നിക്കാനുള്ള മാർഗം എൻ്റെ കയ്യിലുണ്ട്. പിങ്ക്, റെഡ്, മിനിമേട്ടൻ്റെ റെഡ്. വേണ്ട, മധുരപ്രതികാരം. പിങ്ക് മതി. ഞാൻ തൂക്കാം മോളെ.
എന്നോടാ അവൻ്റെയൊക്കെ കളി. അവനെയല്ല, അവൻ്റെ വീട്ടുകാരെ വിറ്റ കാശ് എൻ്റെ ഒറ്റ ഒരുത്തൻ ഇങ്ങോട്ട് വരത്തില്ല. കാണിച്ചു തരാം ഞാൻ. അവൻ്റെ കൂടെ പോകാൻ നോക്കിയിരിക്കുമായിരിക്കുമല്ലയോ? ഇനി കയറാൻ നിരക്കത്ത് വെച്ചിട്ര ആപ്പ്